എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 പബ്ലിക് എക്സാം റിസൾട്ട് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വിദ്യാഭ്യാസ വകുപ്പ് ഇന്നലെ മിനിയാന്ന് വൈകുന്നേരത്തോടുകൂടി റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിൻ്റെ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണിക്കുള്ള അപേക്ഷകൾ എങ്ങനെയാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം. ഇന്നലെ നമ്മൾ സേ എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇട്ടിന്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് റീവാലുവേഷൻ്റെയും ഫോട്ടോ കോപ്പിയുടെയും സ്ക്രൂട്ടണിയുടെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ വിവരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ റീവാലുവേഷൻ ആണെങ്കിലും ഫോട്ടോ കോപ്പി ആണെങ്കിലും സ്ക്രൂട്ടണി ആണെങ്കിലും 3 എണ്ണത്തിനും 3 എന്താണ് ഇതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം 3 തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അപ്പോൾ അതിൻ്റെ 3ൻ്റെയും നമ്മൾ ഓരോന്നിൻ്റെ കഴിയുന്നതനുസരിച്ച് ഇപ്പോൾ റീവാലുവേഷൻ കഴിയുമ്പോൾ ഫോട്ടോ കോപ്പി, ശേഷം സ്ക്രൂട്ടണി നമ്മളിത് കൃത്യമായിട്ട് പ്രിയ വിദ്യാർത്ഥികൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് റീവാലുവേഷൻ്റെ ആപ്ലിക്കേഷൻ ഫോമാണ്. ഇതെങ്ങനെ നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾക്ക് ഗവൺമെൻറ് ഓഫ് കേരള ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി ആപ്ലിക്കേഷൻ ഫോർ റീവാലുവേഷൻ ആൻസർ സ്ക്രിപ്റ്റ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഫസ്റ്റ് ബാർ സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ 2026 എന്നാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. ആദ്യം കാണുന്ന ഡീറ്റെയിൽസ് ഓഫ് ഫീ റിമിറ്റഡ്. ഇവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഈ ഭാഗത്ത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. കാരണം ഇത് നിങ്ങളുടെ ഫീസ് സ്കൂളുകാർ അടച്ചതിന് ശേഷം, സ്കൂളിൽ നിങ്ങൾ ഫീസ് അടച്ചതിന് ശേഷം സ്കൂളുകാർ പ്രിൻസിപ്പള് ആ പൈസ ട്രഷറിയിൽ അടച്ചതിന് ശേഷം അതിൻ്റെ വിവരങ്ങളാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഡേറ്റ് ഓഫ് ചലാൻ, നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ചലാന്, നെയിം ഓഫ് ട്രഷറി, എമൗണ്ട് എത്രയാണ്, അവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് എന്താണ് നിങ്ങളുടെ സ്കൂളുകാരാണ് ഫില്ല് ചെയ്യേണ്ടത്. നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഇങ്ങോട്ടുള്ള ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ ആദ്യം ചോദിക്കുന്നത് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ആണ്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ഇവിടെ ഒന്നും പറയാനില്ലല്ലോ. സ്കൂൾ കോഡ്, നിങ്ങളുടെ സ്കൂൾ കോഡ്, നെയിം ഓഫ് ദ സെൻറ്റർ ഇൻ വിച്ച് കാൻഡിഡേറ്റ് റോട്ട് ഇൻ എക്സാമിനേഷൻ, അത് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡും അതുപോലെ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂളിൻ്റെ പേരുമാണ് അവിടെ എഴുതേണ്ടത്. റവന്യൂ ഡിസ്ട്രിക്റ്റ്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് എവിടെയാണ്. സബ്ജക്റ്റ് ആൻഡ് പേപ്പർ ഫോർ വിച്ച് റീവാലുവേഷൻ റിക്വയർഡ്, അതായത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾ എത്ര സബ്ജക്റ്റ് ആണോ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുന്നത്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നാണെങ്കിൽ 1 കൊടുത്തിട്ട് ഇവിടെ പാട്ടെന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ പേപ്പർ മലയാളം, ഇവിടെ നിങ്ങളുടെ നിലവിലെ മാർക്ക് എത്രയുണ്ടെന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് 2, 3, 4 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എത്ര പേപ്പറാണോ റീവാലുവേഷൻ നൽകേണ്ടത് ആ പേപ്പറുകൾക്ക് നിങ്ങൾക്ക് റീവാലുവേഷനായി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഒരു പേപ്പർ റീവാലുവേഷൻ ചെയ്തതിന് 500 രൂപയാണ് നിങ്ങൾ ഈടാക്കുന്നത്. ഒരു പേപ്പറിന് റീവാലുവേഷൻ 500 രൂപയാണെന്നുള്ളത് ശ്രദ്ധയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ എത്ര പേപ്പറാണോ ഉള്ളത്, അതിന് എത്ര വിഷയങ്ങളാണോ നിങ്ങൾ റീവാലുവേഷനായിട്ട് അപ്ലൈ ചെയ്യുന്നത്, അത് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് അടുത്തത് വെദർ കോപ്പി ഓഫ് മാർക്ക് ലിസ്റ്റ് ഇസ് എൻക്ലോസ്ഡ്. മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എസ് ഓർ നോ അവിടെ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വെദർ അപ്ലൈഡ് സ്ക്രൂട്ടണി ഓൾസോ, നിങ്ങൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഷാൽ ബി ഗിവൺ, അതായത് നിങ്ങൾ ഈ റീവാലുവേഷന് പുറമെ സ്ക്രൂട്ടണിക്കും കൂടി നിങ്ങൾ സ്ക്രൂട്ടണിക്കും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ റീവാലുവേഷൻ മാത്രമേ കൊടുക്കുന്നുള്ളെങ്കിൽ നോ എന്നതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അടുത്ത ചോദ്യം, അഡ്രസ് ഓഫ് ദ കാൻഡിഡേറ്റ് ടു വിച്ച് കമ്മ്യൂണിക്കേഷൻ ആർ ടു ബി സെൻഡ്, അത് നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ കൃത്യമായി എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പിൻകോഡ്, നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ നമ്പറും കൂടി നിങ്ങൾ ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തുക. പ്ലേസ്, ഡേറ്റ് കൃത്യമായി രേഖപ്പെടുത്തുക. അതിനുശേഷം വിദ്യാർത്ഥിയുടെ സിഗ്നേച്ചർ, ഇവിടെ നിങ്ങൾ വിദ്യാർത്ഥിയുടെ സിഗ്നേച്ചർ നൽകിയിട്ട് ശേഷം ഈ ആപ്ലിക്കേഷൻ ഫോമും നിങ്ങളുടെ എത്ര വിഷയമാണോ റീവാലുവേഷൻ കൊടുക്കേണ്ടത് ആ പൈസയും നിങ്ങൾ സ്കൂളുകളിൽ ഏൽപ്പിക്കുന്നതോടുകൂടി നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റീവാലുവേഷനുമായി ബന്ധപ്പെട്ട് കുട്ടി ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഫോട്ടോ കോപ്പിയും സ്ക്രൂട്ടണിയും നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫോട്ടോ കോപ്പിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപേക്ഷ ഫോം നോക്കാം. ഗവൺമെൻറ് ഓഫ് കേരള ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി ആപ്ലിക്കേഷൻ ഫോർ ഫോട്ടോ കോപ്പി ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ 2026. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങളുടെ സ്കൂളുകളിലെ പൈസ ട്രഷറിയിൽ അടച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസാണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് സ്റ്റുഡൻസിൻ്റെ ഒരു പാർട്ടേ അല്ല, അത് നിങ്ങളുടെ സ്കൂളുകാർ ചെയ്യേണ്ടതാണ്. ഈ ഫോമുകളിലേക്ക് വരുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആദ്യം കണ്ട പോലെ തന്നെ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്, നിങ്ങളുടെ പേര്, രജിസ്റ്റർ നമ്പർ, സ്കൂൾ കോഡ്, അതുപോലെ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതിയ സെൻറ്ററിൻ്റെ പേര് കൃത്യമായി ടിക്ക് ചെയ്യുക. റവന്യൂ ഡിസ്ട്രിക്റ്റ്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി സബ്ജക്റ്റ് വൈസ് നിങ്ങൾ എത്ര പേപ്പറാണോ ഫോട്ടോ കോപ്പിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വിഷയങ്ങൾ 1, 2, 3 ക്രമാടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് ലഭിച്ച മാർക്ക് നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്തൊക്കെ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ 300 രൂപയാണ് ഫോട്ടോ കോപ്പിക്കായി ഫീ ഈടാക്കുന്നത്.
ഒരു പേപ്പറിന് ഒരു വിഷയത്തിന് 300 രൂപയാണെന്നുള്ള വിവരം ശ്രദ്ധപ്പെടുത്തുക. അങ്ങനെ ഓർഡറെല്ലാം കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ഇനി ഇവിടെ അടിയിലേക്ക് വരുമ്പോൾ അഡ്രസ് ഓഫ് ദ കാൻഡിഡേറ്റ് ടു വിച്ച് കമ്മ്യൂണിക്കേഷൻ ആർ ബി സെൻഡ്. നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ കൃത്യമായി എൻ്റർ ചെയ്യുക. പിൻകോഡ് എൻ്റർ ചെയ്യുക. ഒരു 6 അക്ക നമ്പറാണ്. പിൻകോഡ് എൻ്റർ ചെയ്യുക. ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു പിൻകോഡ് എഴുതി കാണിക്കാം. ഇനി 6 അക്കമുള്ളൊരു പിൻകോഡാണ്. അതിനുശേഷം നിങ്ങളുടെ ഒരു വാലിഡിറ്റി ആയിട്ടുള്ള നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ നമ്പറും കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. പ്ലേസ് ഡേറ്റ് കൃത്യമായിട്ട് എൻ്റർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എന്താണ് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്. അതിനുശേഷം വിദ്യാർത്ഥിയുടെ സിഗ്നേച്ചർ ചെയ്യുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ടു പ്രിൻസിപ്പൽ കൺസേൺഡ് ബിഫോർ ഡേറ്റ്. അത് നിങ്ങളുടെ ഡേറ്റ് കഴിഞ്ഞാലും എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ പ്രിൻസിപ്പാൾ സബ്മിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോ കോപ്പിയുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. ഇനി സ്ക്രൂട്ടണിയുടെ വിവരങ്ങൾ നമുക്ക് നോക്കാം. ഈ കാണുന്ന ഫോമാണ് സ്ക്രൂട്ടണിയുമായി ബന്ധപ്പെട്ട ഫോം എന്ന് പറയുന്നത്. ഇവിടെ ഗവൺമെൻറ് ഓഫ് കേരള ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി ആപ്ലിക്കേഷൻ ഫോർ സ്ക്രൂട്ടണി ഓഫ് വാലിഡ് ആൻസർ സ്ക്രിപ്റ്റ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഫസ്റ്റ് സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ 2006. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങളുടെ ട്രഷറിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സ്കൂളുകാർ രേഖപ്പെടുത്തേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ ഭാഗത്താണ്, ഒന്നും ചെയ്യാനില്ല. ഇത് നമ്മൾ ഈ ഫോമുകളൊന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും വലിയ വ്യത്യാസമില്ല. നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, രജിസ്റ്റർ നമ്പർ, സ്കൂൾ കോഡ്, അതുപോലെ തന്നെ പരീക്ഷ സെൻറ്റർ, റവന്യൂ ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ സ്ക്രൂട്ടണിക്ക് ആവശ്യമായ സബ്ജക്റ്റുകൾ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക. 1, 2, 3 പറഞ്ഞ് കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്ക്രൂട്ടണിക്ക് ഒരു പേപ്പറിന് ഒരു വിഷയത്തിന് 100 രൂപയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചാർജ് ചെയ്യുന്നത്. നിങ്ങളുടെ പേപ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടാണ് സ്ക്രൂട്ടണിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ലിസ്റ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. നിങ്ങളിതിന് വെദർ അപ്ലൈഡ് ഓഫ് റീവാലുവേഷൻ ഓൾസോ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഷാൽ ബി ഗിവൺ. അതായത് നിങ്ങൾ എന്താണ് ഈ സ്ക്രൂട്ടണിക്ക് കൊടുക്കുന്നതിനൊപ്പം തന്നെ റീവാലുവേഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കേണ്ടതാണ്. അഡ്രസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിച്ച് കമ്മ്യൂണിക്കേഷൻ വിൽ ബി സെൻഡ് ബ്ലോക്ക് ലെറ്റർസ്. അതായത് എന്താണ് നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക, പിൻകോഡ് എൻ്റർ ചെയ്യുക, ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക, ഡേറ്റ് ആൻഡ് പ്ലേസ് എൻ്റർ ചെയ്യുക. ശേഷം സ്റ്റുഡൻറ്റിൻ്റെ സിഗ്നേച്ചർ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. ശേഷം ആപ്ലിക്കേഷൻ ഷാൽ ബി സബ്മിറ്റഡ് ടു പ്രിൻസിപ്പൽ. നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളിന് ഈ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതാണ്. തീർച്ചയായും ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പറയാനുള്ളത്. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചതുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ 3 സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോമാണിത്. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ വലിയ വ്യത്യാസം, നിങ്ങളിപ്പോൾ ഈ 3 ഫോം കണ്ടെങ്കിലും കാര്യമായ രീതിയിലുള്ള വ്യത്യാസമില്ല. ചെറിയ 1, 2 ചോദ്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെന്നല്ലാതെ വലിയ വ്യത്യാസമില്ല. പക്ഷേ എന്നാൽ പോലും 3 ആപ്ലിക്കേഷൻ ഫോമാണ്. ഈ ഫോം നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു എവിടെ നിന്ന് കിട്ടുമെന്ന്. ഇത് നിങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സൈറ്റിൽ നിന്നും എടുക്കുക. അതേസമയം നിങ്ങൾ എവിടെയാണോ പരീക്ഷ എഴുതുന്നത്, നിങ്ങൾ പഠിച്ച സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഫോം നിങ്ങൾക്ക് അവർ എടുത്തു തരുന്നതായിരിക്കും. അവിടെ നിന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണേൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സൈറ്റിൽ നിന്നും ഹയർ സെക്കൻഡറിയുടെ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഇത് എടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് ക്രിയ, ദ ഫൗണ്ടർ ഓഫ് ക്രിയ ഫോർ ടെക്, the career guidance. Thanks for watching. Bye.